പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കുകളെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, എനിക്ക് കുറെ വരാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഈ ടെക്നിക്ക് യൂസ് ചെയ്യും, ഈ ടെക്നിക്ക് യൂസ് ചെയ്യും. പക്ഷെ നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ ഓരോന്ന് സംഭവം ഓരോ ടെക്നിക്കുകൾ യൂസ് ചെയ്യും, ടൈം ടേബിൾ എഴുതും, ടൈം ടേബിൾ എഴുതിയിട്ട് അങ്ങനെ പഠിക്കും. അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. ഇപ്പോഴും എന്റെ മുറിയിൽ ഇരിപ്പുണ്ട്, പണ്ടം കണ്ടുപിടിച്ചത്. പല ടെക്നിക്കുകൾ നമ്മൾ യൂസ് ചെയ്ത് പഴകിയ സംഭവങ്ങളാണ്. സംഭവം നമ്മൾ പലതും ചെറുപ്പം മുതൽ നമ്മൾ പല ടെക്നിക്കുകൾ യൂസ് ചെയ്ത് പഴകി, അത് ചിലതൊക്കെ മോശമാണെന്ന് മനസ്സിലായി മാറ്റി. അങ്ങനെ നമ്മൾ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം, നിങ്ങളെ എക്സ്പീരിയൻസ് നിങ്ങളും പറയാം. അത് ഈ ടെക്നിക്സ് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണോ, അതോ ഈ ടെക്നിക്കുകൾ യൂസ് ചെയ്യേണ്ടത്? ഞാൻ ഇത്രയും ചെയ്തിട്ട് എനിക്ക് ഏറ്റവും എഫക്റ്റീവ് തോന്നിയ ടെക്നിക്കുകളെ ഞാൻ പറയണം. അതിലൊന്നാമത്തെ പറഞ്ഞാൽ പോമോഡോറോ ടെക്നിക്ക്. അത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് തോന്നിയ ടെക്നിക്ക്. അത് പറഞ്ഞാൽ 25 മിനിറ്റ്. ഒരു പോമോഡോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡ് എന്ന് പറഞ്ഞാൽ ഒരു കിച്ചൺ ടൈമറാണ്. ഒരു പോമോഡോറോ ഒരു ടൊമാറ്റോ തക്കാളി എന്ന് അതിൻ്റെ ഇറ്റാലിയൻ വേർഡാവുന്നതാണ്. അപ്പോൾ അതിനർത്ഥം എന്നാൽ ഒരു കിച്ചൺ ടൈമർ, ആ കണ്ടുപിടിച്ച ആൾ ഒരു കിച്ചൺ ടൈമർ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് അയാൾ ഇത് സംഭവം സെറ്റ് ചെയ്ത് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രെയിൻ, അതിന് വലിയ സയൻസ് ഞാൻ പറഞ്ഞത്, അതായത് നമ്മളെ ബ്രെയിനിന് ഒരിക്കലും 20 മിനിറ്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാന്ന് വിചാരിച്ചോ. ഇപ്പം ഇത്രയും നമ്മൾ ഇൻട്രസ്റ്റിംഗ് സംസാരിച്ചാലും കുറച്ച് എവിടെയൊക്കെ വെച്ച് നമ്മൾ മൈൻഡ് ഔട്ടായി പോകും. നമ്മൾ അങ്ങനെ പോയി പോകും. കാരണം 20 മിനിറ്റിൽ കൂടുതൽ നമ്മളെ ബ്രെയിനിൽ അറ്റൻഷൻ സ്പാൻ ഇല്ല. അതിന് മുകളിൽ നിൽക്കാൻ പറ്റില്ല. ആവറേജ് ആയിട്ടുള്ള ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ 20 മിനിറ്റിൽ ആ ഒരു റേഞ്ചിൽ നമ്മൾ ബ്രേക്ക് എടുക്കണം. ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ ഒന്ന് എന്തെങ്കിലും റിലാക്സ്ഡ് ആയിട്ട് വേറെ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരിച്ച് നിൽക്കുക. അപ്പോൾ അങ്ങനെ ബ്രെയിൻ വർക്ക് ചെയ്യണം. അങ്ങനെയാണ് ഷോർട്ട് ബേസ്റ്റ് ആയിട്ടാണ് ബ്രെയിൻ വർക്ക് ചെയ്യണത്. അപ്പോൾ ഈ പൊമഡോറോ ടെക്നിക്കിൽ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രെയിനെ അങ്ങനെ ആ ഒരു ഇതിലേക്ക് റെഡിയാക്കി എടുക്കുകയാണ്. നമ്മളിപ്പോൾ പഠിക്കുന്നത് ഇപ്പോൾ ഒരു 24 മണിക്കൂർ, ഒരു 10 മണിക്കൂർ നമ്മൾ പഠിക്കുന്നത് വിചാരിച്ചു. ഈ 10 മണിക്കൂർ നമ്മൾ 25 മിനിറ്റ് സെറ്റുകളായി തിരിക്കുക. അതായത് 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ 4 സെഷൻസ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 15 മിനിറ്റ് ലോങ് ബ്രേക്ക് എടുക്കുക. ആ ലോങ് ബ്രേക്കിൽ നമുക്ക് എന്ത് ചെയ്യുക? പുറത്തിറങ്ങി നടക്കുക, എന്ത് ചെയ്യുക? ഈ 5 മിനിറ്റിൽ അതേപോലെ തന്നെ. ഇപ്പോൾ നമ്മൾ 5 മിനിറ്റിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത സംഭവങ്ങൾ ഇട്ടാൽ 5 മിനിറ്റിൽ നമ്മളിപ്പോൾ മൊബൈൽ നോക്കാനൊന്നും പാടില്ല. കാരണം അപ്പം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹൈ ഡോപ്പമൈൻ ആക്ടിവിറ്റിയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളൊരു ലോ ഡോപ്പമൈൻ ആക്ടിവിറ്റിയിൽ നിന്ന് ഹൈ ഡോപ്പമൈൻ ആക്ടിവിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ലോ ഡോപ്പമൈൻ ആക്ടിവിറ്റി നമുക്ക് എന്തായി തോന്നും? ഭയങ്കര ഇതായി തോന്നും, ലെസ് പ്ലീസിങ് ആയി തോന്നും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് മൊബൈൽ നോക്കുമ്പോൾ ഇനിയിപ്പോൾ 5 മിനിറ്റ് തീരാനോ, നമുക്ക് 5 മിനിറ്റ് തീരാനല്ലോ ആ സംഭവം. നേരെ മറിച്ച് നമ്മളൊരു ലോ ഡോപ്പമൈൻ ആക്ടിവിറ്റിയിൽ നിന്ന് ഭയങ്കര ലോ ഡോപ്പമൈൻ ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആ പഠിക്കുന്നത് കുറച്ചുകൂടി ഇതൊന്ന് തീർന്നു കിട്ടിയെന്ന് പഠിക്കാമെന്ന് തോന്നും. അപ്പോൾ അങ്ങനത്തെ ലോ ഡോപ്പമൈൻ ആക്ടിവിറ്റീസ് നമ്മൾ പ്രിഫർ ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് മതിൽമൊക്കെ വെറുതെ നോക്കി നിൽക്കുക. അതേപോലെ വെറുതെ എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ, ഇപ്പോൾ വെറുതെ ഇങ്ങനെ ഒരു സംഭവം ആലോചിച്ചിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ നമ്മൾ ചെയ്തിരിക്കുക. ഒരിക്കലും ഡോപ്പമൈൻ എൻഡേജിങ് ആയിട്ട് ഒരു ആക്ടിവിറ്റിയും ചെയ്യാണ്ട് 5 മിനിറ്റ് ഇതാക്കുക. അതേപോലെ 15 മിനിറ്റ് എന്ത് ചെയ്യുക? പുറത്തിറങ്ങി നടക്കുക, നേച്ചറിൽ പോയി ഇറങ്ങി നടക്കുക, എന്തെങ്കിലും ചെയ്യുക, കുറേ വെള്ളം കുടിക്കുക. അങ്ങനെ ഇപ്പോൾ 5 മിനിറ്റിലാണ് നമുക്ക് വെള്ളം കുടിക്കുന്നത് യൂട്ടിലൈസ് ചെയ്യുക, അങ്ങനെ ചെയ്യാം. ഇതാണ് ഈ ഒരു സ്ട്രാറ്റജി. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് ആ രീതിയിലേക്ക് ഡെവലപ്പ് ആവും. അതായത് 25 മിനിറ്റ് ഭയങ്കര ഫോക്കസ്, 5 മിനിറ്റ് ബ്രേക്ക്. ആ ഒരു ഇതിങ്ങനെ കുറേ നേരം റിപ്പീറ്റഡായി ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ബ്രെയിനെ നമ്മൾ പഠിപ്പിച്ചെടുക്കണതാണ്, ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കണതാണ്. ആ രീതിയിൽ ബ്രെയിൻ എന്ത് ചെയ്യും? ഡെവലപ്പായി വരും. അതാണ് ഒന്നാമത്തെ ഞാൻ പറയുന്ന ട്രിക്ക്. വേറെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ട്രിക്ക് ഷെയർ ചെയ്യാം? എൻ്റെ ഒരു ഇത് പറഞ്ഞപ്പോൾ നമ്മളൊരു യൂട്യൂബ് ക്ലാസ് കാണാൻ വിചാരിച്ചോ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തായിരുന്നൊരു സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം യൂട്യൂബ് ക്ലാസ് കാണുമ്പോൾ ഒരു ക്ലാസ് ഇപ്പോൾ ഒരു 30-40 മിനിറ്റ് ഉണ്ടാകും. അതായത് നീ പറഞ്ഞ ഒരു 25 മിനിറ്റ് ആണ് ഒരു ബ്രെയിൻ്റെ അറ്റൻഷൻ സ്പാൻ എന്നുള്ളത്. പക്ഷേ ചിലവർ പറയുന്നത് 45 മിനിറ്റ്സ്, ചിലവർ പറയുന്നുണ്ട്, നീ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഞാനും ഞാൻ 45 മിനിറ്റ്സ് ആദ്യം ഈ 45 മിനിറ്റ്സ് കാരണമാണല്ലോ സ്കൂൾ ടൈം ഒരു ക്ലാസ് 45 മിനിറ്റ് ആക്കി. അങ്ങനെ ബ്രേക്ക് അടുത്ത ആള് കയറി വരും. ഞാനത് പറയാൻ കാരണം പണ്ടത്തെ ആൾക്കാർ വെച്ച് നോക്കുമ്പോൾ 45 മിനിറ്റ്സോ, പക്ഷെ ഇപ്പം നമ്മളെ റീൽസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളെ അറ്റൻഷൻ സ്പാൻ അത്രയും കുറഞ്ഞിട്ടുണ്ട്. ഞാനൊരു 45 മിനിറ്റ്സ് ആണ് ഇപ്പോൾ ഒരു ബ്രെയിൻ്റെ അറ്റൻഷൻ സ്പാൻ എന്നുള്ള ആ രീതിയിൽ ഞാൻ ഞാനൊരു എക്സാമ്പിൾ ജസ്റ്റ് ഇന്റർപ്റ്റ് ചെയ്ത്, പക്ഷേ എക്സാമ്പിൾ പറയണം. മറ്റേ നമ്മളെ റൂമിൽ എടുത്തുണ്ട്. അപ്പോൾ ഇവൻ്റെ അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞാൽ അത്രയും കുറവാണ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇപ്പം പഠിക്കുന്നുണ്ടാവും. കുറച്ച് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മളിങ്ങനെ കുറച്ച് മിനിറ്റ് നമ്മളെന്തെങ്കിലുമൊക്കെ മൊബൈലൊക്കെ തിരിച്ച് നോക്കുമ്പോൾ ഉണ്ടാവും മറ്റേ ഗെയിം കളിക്കുന്നുണ്ടാവും, വാർ ഫ്രെയിം അങ്ങനെ എന്തെങ്കിലും ഗെയിം കളിക്കുന്നുണ്ടാവും. പിന്നെ നമ്മളിങ്ങനെ ആക്കി നോക്കുമ്പോൾ പഠിക്കുന്നുണ്ടാവും. പിന്നെ നോക്കുമ്പോൾ ഉറങ്ങുന്നുണ്ടാവും. കുറച്ച് പിന്നെ എണീച്ചിട്ട് മുമ്പേ ഞാൻ വന്നപ്പോ ആനിമി ആണുണ്ടാവും. അങ്ങനെ ആനിമി അല്ലെങ്കിൽ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അവർക്ക് അറ്റൻഷൻ സ്പാൻ ഇല്ല. അവിടെ അവന്റെ ബ്രെയിൻ അവർ തമ്മിലുള്ള യുദ്ധമാണ്. ബ്രെയിൻ നീ പഠിക്കണം. ബ്രെയിനും വരെ തമ്മിലുള്ള യുദ്ധമാണ്, വലിയൊരു യുദ്ധം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ക്ലാസ് അങ്ങനെ കണ്ടോണ്ടിരുന്നു. ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ പറയും മറ്റേ ഇവൻ പറഞ്ഞ പോലെ തന്നെ പൊമഡോറോ. ഞാൻ അപ്പോഴത് ആദ്യമായിട്ട് കേൾക്കുന്നതന്നെ. ഈ പൊമഡോറോ എന്ന് പറയുന്നത് എന്ത്? ഈ പൊമഡോറോ ഒരു തക്കാളി മുമ്പിലുള്ള ടൈമറും ഉണ്ട്. നമുക്ക് സ്പോർട്ട് വാച്ചിൽ വെച്ചാൽ പോലെ തോന്നി, ഇത് മതി. പക്ഷേ ഇനി പൊമഡോറോ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി.
പൊമഡോറോ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ 25 മിനിറ്റ്സ് നമുക്ക് അത്രയും ഫോക്കസ്ഡ് ആയിരിക്കാം. ആദ്യം ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഫോക്കസ്ഡ് ആയിരിക്കാൻ പറ്റില്ല, ഉറപ്പുള്ള കാര്യമാണ്. അതായത് നമ്മൾ അത്രയും റീലും നോക്കി കുറെ പടവും കണ്ട് ആനിമ കണ്ട് അത്ര അറ്റൻഷൻ സ്പാൻ കുറവുള്ള ഒരു സംഭവം. അതായത് നമ്മളിപ്പോൾ ഹൈ ഡോപ്പമിൻ ആക്ടിവിറ്റി ചെയ്യുക, ഇപ്പോൾ റീല് തോണ്ടുക, അതേപോലെ തന്നെ നമ്മൾ യൂട്യൂബ് വീഡിയോസ് കാണുക, അത്ര ഇത് ചെയ്ത് നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത സാധനം ഇപ്പം അടുത്ത ഇതിലേക്ക് നമുക്ക് ഒരിക്കലും ഒരു അറ്റൻഷൻ സ്പാൻ കിട്ടൂല. നമ്മളതെല്ലാം ഒഴിവാക്കി നമ്മൾ ഈ പൊമഡോറോ പറഞ്ഞൊരു സംഭവം എടുത്ത് നമ്മൾ അതിൽ ഓണാക്കി 25 മിനിറ്റ്സ് എടുത്തു. എന്താ പറയുക, 25 മിനിറ്റ്സ് പഠിച്ചു, 5 മിനിറ്റ്സ് ബ്രേക്ക്. ഞാൻ എൻ്റെ ഒരു തുടക്കം പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റ് ബ്രേക്ക് ഞാൻ 1 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട്. കയ്യിൽ നിന്ന് പോയത് സംഭവം. ആ കൊറേ പക്ഷെ സംഭവം ഒരു ലിമിറ്റ് ഇങ്ങനെ സെറ്റായി വരാൻ തുടങ്ങും. എന്തായാലും ഒരാൾക്ക് ആദ്യം ഈ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് 25 മിനിറ്റ് നമ്മൾ റോബോട്ട്സ് അല്ല. നമ്മൾ ആദ്യം അങ്ങനെ കുറച്ച് അവിടെ ഇവിടെ ലാഗാവും, പിന്നെ സെറ്റായി അതിനനുസരിച്ച് വരും. നമ്മുടെ ഒരു ഡോപ്പമിനായിട്ട് നമ്മൾ ഇതിൽ പറയുന്നുണ്ട്, നമ്മുടെ ഒരു ഡോപ്പമിൻ അത്രയും പീക്കിലായിരിക്കും നിൽക്കുന്നത്. ഈ സ്റ്റഡീസ് പറഞ്ഞാൽ അത്രയും ലോ ഡോപ്പമിനാണ്, ഒരിക്കലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ആ ഒരു ഇത് ബെറ്ററാണ്. പിന്നെ നമ്മൾ ഈ ടൈം ടേബിൾ ഉണ്ടാക്കും പറഞ്ഞല്ലോ, ഈ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു സംഭവമാണ്. പക്ഷെ അത്രയും പ്ലാൻഡ് ആയിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ. അതെ, സെൽഫ് കൺട്രോൾ അത്രയും വേണം. ഞാൻ അത്രയും കാലം ചെയ്തതിന് എൻ്റെ പരിചയം വെച്ച് പറയാം, ഓവർ പ്ലാനിങ് എപ്പോഴും നമ്മളെ ഇതിൽ നയിക്കുള്ളൂ. കാരണം ഓവർ പ്ലാനിങ് ഉദ്ദേശിച്ചത് പറഞ്ഞാൽ നമ്മൾ 5 മിനിറ്റ് ഭക്ഷണം കഴിക്കും, 5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യും, തൂറാൻ പോകും. 5 മിനിറ്റ് എന്ത് ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ എഴുതി വെച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു മിക്ക ആൾക്കാരും. അതായത് ഈ 5 മിനിറ്റിലാണ് നമ്മൾ തൂറാൻ പോകുന്നത്, ഈ 5 മിനിറ്റിലാണ് നമ്മൾ അതായത് തൂറാൻ പോയിട്ട് നമ്മൾ അത്രയും റിയലിസ്റ്റിക് അല്ലാത്ത രീതിയിൽ നമ്മൾ ടൈം ടേബിൾ ചെയ്ത്. ഇപ്പം ഞാൻ അത്രയും ഭയങ്കര ബ്രോഡായി പറഞ്ഞെന്നുള്ളൂ. പക്ഷെ ഒരു പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് വേറൊരു ശ്രദ്ധയുണ്ടായിരുന്നു വെച്ചിട്ടാ, നമ്മൾ ഈ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പറയൂലോ, ഞാൻ നാളെ പഠിക്കാൻ പോയി, നാളെ തൊട്ട് പഠിക്കാൻ പോവാ, ഇങ്ങനെ ഈ പറയുമ്പോ എന്തൊരു സംഭവം ഉണ്ടായിട്ടാ, ആ ഡോപ്പമൈൻ കിട്ടി. കാരണം നമ്മള് അതെ പറയുമ്പോ ആ ഒരു ഡോപ്പമിൻ അവിടെ റിലീസായി കഴിഞ്ഞു, പിന്നെ പഠിക്കാൻ തോന്നൂല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോ പറഞ്ഞു നടക്കല്ല, ചെയ്ത് കാണിക്കുക, അവിടെയാണ് കാര്യം. ഈ പറഞ്ഞു നടന്നുള്ള പ്രശ്നം നമുക്ക് ചെയ്യാൻ പറ്റൂല ഒരിക്കലും. പിന്നെ അതേപോലെ വേറൊരു ടെക്നിക്ക് ഞാൻ വായിച്ചെന്ന് പറഞ്ഞാൽ, അതും പണ്ടൊക്കെ ട്രൈ ചെയ്തിരുന്ന സംഭവം, പക്ഷേ നമ്മളിപ്പോൾ കുറച്ച് ഓക്വേർഡായിട്ടുള്ള സംഭവമാണ്, കുറച്ചൊക്കെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാര്യം പഠിച്ചെന്ന് വിചാരിച്ചു, അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വേറെ ആൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് മിക്കവാറുണ്ടല്ലോ, നമ്മൾ മിക്കവാറും ഒറ്റക്കൽ തിരിക്കുക. അപ്പം നമ്മൾ മിക്കവാറും ചെയ്യേണ്ടത് പറഞ്ഞാൽ ഒരാളെ സങ്കല്പിക്കുക, അയാൾക്ക് പറഞ്ഞു കൊടുക്കണ പോലെ പറയാം, ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് ഒരു സംഭവം നമുക്ക് മനസ്സിലാവണം എപ്പോഴാ വെച്ചിട്ടാ നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏറ്റവും വലിയ ഇത് തോന്നിയ +1 +2 ടൈമില്, അതായത് ഒരുപാട് ഫ്രണ്ട്സ് വിളിക്കുമായിരുന്നു കേട്ടോ, ഇങ്ങനെ ചോദിക്കും. അന്നേരം എങ്ങനെ പറഞ്ഞു കൊടുക്കും, ഓരോ സംഭവം ഇങ്ങനെ പറയും. ആ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അത്രയും സ്റ്റോറികൾ നമുക്ക് പിന്നെ വായിക്കേണ്ട ആവശ്യം വരില്ല. 2-3 പ്രാവശ്യം ഞാൻ ബുക്ക് നോക്കി പറഞ്ഞു കൊടുത്തു, എനിക്ക് ബുക്കിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഡെറിവേഷൻ ആയാലും ഒരു തിയറി ആയാലും മൈൻഡിൽ നിന്ന് വരുന്ന സംഭവം. ഞാൻ ഇന്നവരെ ഇങ്ങനെ തിയറീസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള, അതായത് ഇപ്പോ ഞങ്ങളുടെ സാറായാലും പറയും, ഇപ്പൊ ഞങ്ങളുടെ ഡീനായാലും പറയും, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കും, നിങ്ങളത് പഠിച്ചിരിക്കും. സംഭവം ഏറ്റവും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിരിക്കും, നമുക്ക് മനസ്സിലാവും, അവന് മനസ്സിലാവില്ല എന്നുള്ള വേറെ കാര്യം. ഇതുപോലെ ഇരിക്കും. പിന്നെ അതുപോലെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫോറസ്റ്റ് എന്നൊരു ആപ്പ് ഉണ്ട്, അത് ഭയങ്കര നല്ലൊരു ആപ്പായി തോന്നുന്നുണ്ട്. ഇപ്പോൾ അത് പോമഡോറോന്റെ ആപ്പ് തന്നെയാണ്, പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഫോറസ്റ്റ് ആ കാലല്ല, ഫോറസ്റ്റ് ആപ്പ് ഉണ്ട്, അത് ഭയങ്കര ഒരു നല്ല ആപ്പാണ്. അതല്ല അതാ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളിപ്പോൾ സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ പറയണേ, ആ ആപ്പിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്ടിവിറ്റി കൂട്ടും. അതിൻ്റെ ഒരു കൺസെപ്റ്റ് ഭയങ്കര രസമാണ്. അത് പറഞ്ഞാൽ നമ്മൾ 25 മിനിറ്റ് വർക്ക് ചെയ്യുക. അപ്പോൾ 25 മിനിറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു മരം ഇങ്ങനെ വളരും, നമുക്കൊരു വെർച്വൽ ഗാർഡൻ ഉണ്ടാവും. അപ്പം അവിടെ ഒരു മരം ഇങ്ങനെ വളർന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ 25 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം ആ മരം അവിടെ നിൽക്കും. നമ്മൾ വേറെ ആപ്ലിക്കേഷൻസിൽ പോയി നമ്മൾ അതേ ആപ്ലിക്കേഷനിൽ അവിടെ വെച്ചിട്ട് നമ്മൾ 25 മിനിറ്റ് മൊബൈൽ യൂസ് ചെയ്യാണ്ട് അവിടെ വെക്കുക. അപ്പോൾ മരം വളർന്നിട്ട് ഒരു വൃക്ഷമാവും. എന്നിട്ട് അതെന്ത് ചെയ്യും, മരം വളർന്ന വൃക്ഷം മരം വളർന്ന് കംപ്ലീറ്റ് ആവും. എന്നിട്ട് ആ മരം എന്താവും, നമുക്കൊരു വെർച്വൽ ഗാർഡനിൽ എവിടെയും ഫുൾ പ്ലേസ് ചെയ്യും. നേരം മറിച്ച് നമ്മൾ അവിടെ സ്കിപ്പ് ചെയ്താൽ മരം കരിഞ്ഞു പോകും, കരിഞ്ഞ മരം അവിടെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഡെയിലി ചെയ്തിട്ട് കുറേ ഒരു ഫോറസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഭയങ്കര ഇതുള്ള സംഭവമാണ്. നമ്മൾ പോമഡോറോ വെറുതെ ചെയ്യുന്നതിന് പകരം ഒരു വെർച്വൽ ഗാർഡനിൽ നമ്മൾ കുറേ സംഭവങ്ങൾ, നമ്മളൊരു മോട്ടിവേഷൻ ഇല്ല, നമുക്ക് എന്തെങ്കിലും സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നല്ലൊരു സംഭവം. പിന്നെ വേറൊരു ആപ്ലിക്കേഷൻ ക്യൂസിലെറ്റ് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ നോട്ട്സും കാര്യങ്ങളൊക്കെ അതിലേക്ക് എൻ്റർ ചെയ്യാം. നമ്മുടെ നോട്ട്സ് ഇതൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ പോർഷൻസ് തന്നെ നമുക്ക് എൻ്റർ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, ആ പോർഷൻസ് കാര്യങ്ങളൊക്കെ അതിൽ എൻ്റർ ചെയ്തിട്ട് നമുക്ക് ഇടാം.
എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഓരോ ദിവസം നമ്മളോട് ക്യൂസ് ഇങ്ങോട്ട് ചോദിക്കും. അപ്പോൾ കൊടുത്ത നമ്മളെ പോർഷൻസിനനുസരിച്ച് അവർ ക്യൂസുകൾ ഇങ്ങോട്ട് ചോദിക്കും. അപ്പോൾ നമുക്ക് ഒരു സംഭവം വരാം, ഇതാണ് തെറ്റുത്തരം പറഞ്ഞാൽ നമുക്ക് തെറ്റിൽ നിന്ന് പഠിക്കാമല്ലോ. ജസ്റ്റ് നമ്മൾ വെറുതെ സംഭവം എൻട്രി ചെയ്യുന്നതിന് പകരം ആ എൻഡ് സംഭവം നമ്മൾ തിരിച്ചിട്ട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഭയങ്കര എഫക്റ്റീവായുള്ള ആപ്ലിക്കേഷനാണ്. അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, അതായത് പഠിക്കണതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ ഒരു മെയിൻ ആയിട്ടൊരു പോയിന്റാണ് ഡോപ്പമൈൻ ഡീറ്റോക്സ്. ഈ ഡോപ്പിൻ എന്ന് പറയുന്ന ഒരു അർത്ഥം, ആ വാക്ക് എന്താന്ന് പോലും പലവർക്കും അറിയില്ല. ആ ഒരു സംഭവം ഇപ്പൊ ഈ ഡോപ്പമിൻ പറയാണ് നമ്മുടെ ബ്രെയിനിലെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെന്ന് തന്നെ പറയാം. കാരണം ആ ഒരു സംഭവമാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ ഹാബിറ്റ്സ്. ഞാൻ പറയുന്ന ഒരു മോട്ടിവേറ്റിംഗ് ഹോർമോൺ എന്ന് ഞാൻ പറയാം. അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ രീതിയിലും കൺട്രോൾ ചെയ്യുന്ന ഒരു ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഒരു സംഭവം വെച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, അത് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ ഒരു ഇതായി മാറി, ഒരു ഹാബിറ്റായി മാറി. അതേപോലെ തന്നെ വേറൊരു സംഭവം എടുക്കാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളിങ്ങനെ റീൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കത് എന്തായിരുന്നു ഒരു സുഖം കിട്ടുന്നുണ്ട്. അവിടെ ഒരു ഡോപ്പമിൻ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഫ്രീ ഡോപ്പമിനാണ്, ഒരു പേയ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. ഫ്രീ ഡോപ്പമിൻ ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇത് റിലീസ് ആയിക്കൊണ്ടിരിക്കുന്ന പീക്കിൽ എത്തി നിൽക്കുന്ന ഒരു കുട്ടിയോ ആരെന്തോ ആയിക്കോട്ടെ, അവന് പറ്റും ലോ ഡോപ്പമിൻ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഇപ്പൊ പുറത്ത് പോയി കളിക്കുക, സ്റ്റഡീസ് ഒരിക്കലും നടക്കൂല. കാരണം അയാളുടെ ഡോപ്പമിന് ത്രഷോൾഡ് അവിടെ കൂടുകയാണ്. ത്രഷോൾഡ് കൂടിയിട്ട് അതിൻ്റെ ഒരു മറ്റേ ആൻഡ്രി ഹ്യൂബർമാൻ അറിയോ? ആൻഡ്രി ഹ്യൂബർമാൻ ന്യൂറോ സൈജ്. അപ്പോൾ അയാൾ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ ഈ ബ്രെയിനിൻ്റെ, അതായത് ഈ ഡോപ്പമൈൻ്റെ സ്പൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ജസ്റ്റ് ഒരു ഗ്രാഫ് സങ്കല്പിക്കുക. ഈ ഗ്രാഫിൽ ഇങ്ങനെ സ്പൈക്ക് ഉണ്ട്. അതായത് നമ്മൾ ഓരോ ഡോപ്പമൈൻ ഹിറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ ചെയ്യുമ്പോഴും സ്പൈക്ക് ഇങ്ങനെ വരും. ഇപ്പോൾ എക്സാമ്പിൾ വരാണെങ്കിൽ, ഒരാൾ സിഗരറ്റ് വലിക്കുമ്പോൾ ഒരു സ്പൈക്ക് ഉണ്ടാവും. അപ്പോൾ അയാൾ കുറേ കാലത്തിന് ശേഷം സിഗരറ്റ് വലിച്ച്, അപ്പോൾ സ്പൈക്കായി. അങ്ങനെ പോയിട്ട് പിന്നെ സിഗരറ്റ് വലിച്ച് സ്പൈക്കായി. അപ്പോൾ അയാളെ നോർമൽ ഈ ഒരു നമ്മൾ സ്ട്രിങ് ഉണ്ടല്ലേ, സ്ട്രിങ് നമ്മളിങ്ങനെ വലിക്കണനുസരിച്ച് എന്താണ്ടാവുക, ഇതിൻ്റെ ഈ ഒരു ഇത് വേവ് ഇങ്ങനെ ഇതായി. നേരെ മറിച്ച് നമ്മൾ ഒരു ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും വലിക്കുമ്പോൾ അത് വലിയൊരു വേവായി തന്നെ അവിടെ കിടക്കും. നേരെ മറിച്ച് ഒരു ഇടയ്ക്കിടയ്ക്ക് വലിക്കുമ്പോൾ ആ വേവിൻ്റെ സംഭവം എന്താവും, ചെറുതായി നമ്മൾ പോലെ തോന്നും. അതന്നെ എന്തെങ്കിലും ഉണ്ടാവണം. അതായത് ഈ ഒരു വേവ് ഇങ്ങനെ ഇതായി കഴിഞ്ഞാൽ പിന്നെ ആ വേവ് അടിയിലേക്ക് പോയ പോലെ തോന്നും. അതായത് വേവ് ഒരു നോർമൽ ലെവലിലായി, നമ്മൾ മാക്സിമം ത്രഷോൾഡ് പറഞ്ഞാൽ ആ ഒരു ലെവലിലായി. പിന്നെ അതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് ഡോപ്പമൈൻ കിട്ടുള്ളൂ. അതായത് ഇപ്പോൾ ഒരു സംഭവം വലിക്കുന്ന കാലത്ത് നമുക്ക് 3-4 വേണ്ടി വരും സിഗരറ്റ്. എല്ലാ വിഷയത്തിലും അങ്ങനെ. ഇപ്പോൾ പറഞ്ഞ പോലെ മറ്റേ ഗുളി കഴിക്കുന്നില്ല, 1 വീതം 3 നേരം വെച്ച് കഴിക്കും. ആരാന്ന് മനസ്സിലായില്ലേ? അതേപോലെ ഓരോ സംഭവത്തിലും ഇപ്പോൾ റീൽസിൻ്റെ വിഷയം പറഞ്ഞ പോലെ, റീൽസിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് അത്രയും നമ്മുടെ ഡോപ്പമൈൻ്റെ സ്പൈക്ക് കിട്ടി നമുക്ക് നിർത്താൻ തോന്നില്ല. ഫോൺ ചാർജ് ചെയ്ത് വെച്ച് അതിൽ ചെയ്യും. നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തില്ല, നമ്മളാണ് ഈ പോലെ വീണ്. നമ്മള് ആ ഒരു ഇതിൽ കൂടെ കടന്നു വന്നിട്ട് ഉള്ളൊരു ആളാണ്. അപ്പൊ നമുക്ക് അതിനെ പറ്റി നല്ല രീതിയിൽ അറിയാൻ പറ്റും. എന്റെ ഒരു ഉദ്ദേശം, ഞാൻ പരമാവധി കൺട്രോൾ ചെയ്ത് ശ്രമിക്കുന്നുണ്ട്, സ്ക്രീൻ ടൈം കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമെ ഡിലീറ്റ് ആയി കളഞ്ഞു. ആ സമയം നമുക്ക് എത്ര കൺട്രോൾ ചെയ്ത് ശ്രമിച്ചാൽ അത്രയും ബെറ്റർ ആണ്. പ്രത്യേകിച്ച് സ്റ്റഡി ഓപ്ഷന്റെ. ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ചാലഞ്ച് ചെയ്യാൻ തന്നെ കൂട്ടിക്കോ. അത്രയും പീക്കിൽ, അത്രയും ത്രഷോൾഡിൽ നിൽക്കുന്ന ഒരു ആൾക്ക് ഒരിക്കലും സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ചാലഞ്ചാണ്. കാരണം ശ്രമിച്ചു നോക്കിക്കോട്ടെ, ഒരിക്കലും പറ്റില്ല ആ ഒരു കാര്യം. അതെ, അത് ഇപ്പോൾ ഒരാളങ്ങനെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും അയാളെ ഡോപ്പമൈൻ ത്രഷോൾഡ് പറഞ്ഞാൽ അത്ര അടിയില്ല. അതായത് അയാളെ ടോർച്ചർ ചെയ്യണ പോലെയാണ്. അത്രയും ഒരു ഇതുള്ള ഒരാളെ കൊണ്ടിട്ട് നമ്മൾ പഠിക്കാൻ ഇരുത്തി കഴിഞ്ഞാൽ അവർ ടോർച്ചർ ചെയ്തിട്ട് നമ്മൾ ഇതാക്കണ പോലെയാണ്. കാരണം അവർക്ക് ഇതിൽ താല്പര്യമില്ല. അതേപോലെ തന്നെ ഈ സാധനം നമ്മൾ പഠിച്ചൊന്നും തല ഇരിക്കണമെന്ന് തന്നെ ഇല്ല. അതായത് നമ്മുടെ തല ഇപ്പം തന്നെ ഈ കുറേ റീൽസ് ഇറങ്ങും, റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് എനിക്ക് നടന്നിട്ടുണ്ട്. അതായത് എക്സാം ടൈമിൽ പോയിരുന്ന ഇങ്ങനെ ആലോചിക്കുക തന്നെ വരും. അപ്പോഴത്തേക്ക് റീൽസിന്റെ സൗണ്ട് വരും. അതായത് റീൽസ് കേട്ട പാട്ടൊക്കെ വരും. ചുട്ടമല്ലി പാട്ട്, ചുട്ടമല്ലി അത്ര ഒന്നല്ല, അതൊന്നല്ല, അതിക്ക് മേലെ വരും. പിന്നുള്ള ഒരു ഡോപ്പമിൻ ഒരു പോൺ അഡിക്ഷൻ ആണ്, പോൺ വാച്ചിങ്. അതും പറഞ്ഞ് അതിപ്പോ ഈ ഡ്രഗ്സിനെക്കാട്ടിലും ഏറ്റവും വലിയൊരു ഇതാണ് ഒരു ലഹരി എന്ന് പറഞ്ഞ ഈ പോൺ അഡിക്ഷൻ. അതിലും അത്രയും ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞ അതിനെ ഡെഡിക്കേറ്റഡ് ഒരു എപ്പിസോഡ് തന്നെ ചെയ്യേണ്ടി വരും. കാരണം അത്രയും വാസ്റ്റ് ആയിട്ട് ടോപ്പിക്കാണ് അത്. നമ്മൾ അതിന്റെ ഒരു എവല്യൂഷൻ മുതൽ അത് നമുക്ക് വേണമെങ്കിൽ ആ ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്.